Hi viewers, welcome to Maya's Kitchen Secrets. ഇന്ന് സ്പഞ്ച് കേക്കിൻ്റെ റെസിപ്പിയുമായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. എല്ലാ ഐസിങ് ചെയ്ത കേക്കിൻ്റെയും ബേസായിട്ട് സ്പഞ്ച് കേക്ക് ആണല്ലോ. മുട്ടയില്ലാതെ തന്നെ ഫ്ലഫി ആയിട്ടുള്ള സ്പഞ്ച് കേക്ക് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ റെസിപ്പി ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്കും ഷെയറും ചെയ്യുക. ഡ്രൈ ഇൻഗ്രീഡിയൻസ് അരിച്ചെടുക്കാം. ഇൻഗ്രീഡിയൻസ് എടുക്കുമ്പോൾ മെഷർമെൻറ്റ് കപ്പിലോ അല്ലെങ്കിൽ സ്പൂണിലോ അത് വടിച്ചെടുക്കുക. 1/4 കപ്പ് മൈദ, ഒരു നുള്ള് ഉപ്പ്, 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ഇവയെല്ലാം ഇട്ട് അരിച്ചെടുത്ത് ഇളക്കി യോജിപ്പിക്കുക. കേക്ക് ഉണ്ടാക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഇൻഗ്രീഡിയൻസ് എല്ലാം റൂം ടെമ്പറേച്ചറിലാകണം എന്നതാണ്. ഫ്രിഡ്ജിലാണ് ഇരിക്കുന്നതെങ്കിൽ മിനിമം 1 മണിക്കൂർ മുമ്പേ പുറത്തെടുത്ത് വയ്ക്കുക. വെറ്റ് ഇൻഗ്രീഡിയൻസ് ആദ്യം ബീറ്റ് ചെയ്തെടുക്കാം. തണുപ്പ് മാറ്റിയതിന് ശേഷമാണ് ബട്ടർ എടുത്തിരിക്കുന്നത്. $80 ഗ്രാം ബട്ടർ ചേർത്ത് അടിച്ചതിലേക്ക് 1/2 കപ്പ് മിൽക്ക് മെയ്ഡ് ചേർത്ത് ഫ്ലഫി ആകുന്നതുവരെ ബീറ്റ് ചെയ്യുക. ബട്ടർ ചേർക്കുന്നത് കൊണ്ട് ലോ സ്പീഡിലിട്ട് ബീറ്റ് ചെയ്താൽ മതിയാകും. ഇതിലേക്ക് 3 ടേബിൾ സ്പൂൺ പഞ്ചസാരയും 1 ടീസ്പൂൺ വാനില എസൻസും ആഡ് ചെയ്ത് മിക്സ് ചെയ്യുക. അര കപ്പ് പാലാണ് ആകെ എടുത്തിരിക്കുന്നത്. പാലും ഡ്രൈ ഇൻഗ്രീഡിയൻസും കുറേശ്ശെയായി ഇടവിട്ട് ബാറ്ററിലേക്ക് ആഡ് ചെയ്ത് ബീറ്റ് ചെയ്തെടുക്കുക. ഡ്രൈ ഇൻഗ്രീഡിയൻസ് ജസ്റ്റ് ഒന്ന് മിക്സ് ആകുവാൻ മാത്രം ബീറ്റ് ചെയ്താൽ മതി, ഓവർ ബീറ്റ് ആകരുത്. ഇൻഗ്രീഡിയൻസ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു സ്പാച്ചില കൊണ്ട് മിക്സ് ചെയ്തെടുക്കുക. ഇത് കേക്ക് ടിന്നിലേക്ക് ഷിഫ്റ്റ് ചെയ്യാം. പ്രീഹീറ്റ് ചെയ്ത അവനിൽ 180 ഡിഗ്രിയിൽ 45 മിനിറ്റ് ബേക്ക് ചെയ്തെടുക്കുക. ബേക്കിംഗ് ടൈം നിങ്ങൾ യൂസ് ചെയ്യുന്ന ഓവനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. അതിനനുസരിച്ച് ബേക്കിംഗ് ടൈം അഡ്ജസ്റ്റ് ചെയ്യുക. സോഫ്റ്റ് ആൻഡ് ഫ്ലഫിയായ കേക്ക് റെഡിയായി കഴിഞ്ഞു. മുട്ട ചേർക്കാതെ ഉണ്ടാക്കിയ ഈ കേക്ക് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കൂ. ഈ റെസിപ്പി ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്കും ഷെയറും ചെയ്യുക.